ഹലോ നമസ്കാരം ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കച്ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ ചാമിൻ്റെ പ്രത്യേകതയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് തീമും ഏകദേശം മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കുന്നത് 2025 നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന ക്രിസ്മസ് സമ്മാനം എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, സമ്മാനം അല്ലെങ്കിൽ സമ്മാനങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു റീഡിങ്ങിൽ നോക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്മസ് തീമായിട്ടുള്ള എന്താ പറയണ്ടേ ചാംസും ഞാൻ വെച്ചത്. ഇതാണ് ഗ്രൂപ്പ് 1 ഇത് ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേൾക്കുക. എന്നിട്ട് നിങ്ങളുടെ കറണ്ട് റിയാലിറ്റിയുമായി കണക്ട് ചെയ്യുന്ന റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങൾ മാത്രം സ്വീകരിക്കുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ റീഡിങ്ങിലേക്ക് കിടക്കുകയാണ്. നിങ്ങളിവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ നമസ്കാരം ഗ്രൂപ്പ് 1. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, നമുക്ക് ഇവിടെ വെച്ചുകൊണ്ട് നമുക്ക് നോക്കാം യൂണിവേഴ്സ് നിങ്ങൾക്ക് ഈ 2025 നൽകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നൽകുന്ന ക്രിസ്മസ് സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ 2025 ക്രിസ്മസിന് യൂണിവേഴ്സ് ഗ്രൂപ്പ് 1 നൽകുന്ന സമ്മാനങ്ങൾ, ക്രിസ്മസ് സമ്മാനങ്ങൾ എന്തൊക്കെയാണ്? Okay. Clarify the moon. Clarify the Queen of Wands. Wow. Clarify the King of Wands. ഞാൻ കുറച്ചും കൂടെ കളർ എടുക്കട്ടെ, എനിക്കൊരു ക്ലാരിറ്റി കൂടെ വേണം. നമുക്ക് ഡിവൈൻ കൗണ്ടർ പാർട്ടിന് സ്ട്രെയിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ്, അതിൻ്റെ കൂടെ ഹയർഫൻ്റാണ് വന്നിരിക്കുന്നത്. എന്താണ് അതിൻ്റെ പിന്നീട് നോക്കാം. Clarify the Ace of Pentacles. Clarify the Swords. ഓക്കെ, ദിസ് ഇസ് ലൈക്ക് ഒരു ഗുഡ് ന്യൂസ് എന്നുള്ള ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. ഇത് 2 തരത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഇപ്പോഴത്തെ ഒരു എനർജി വെച്ചിട്ട് ഞാൻ 2 തരത്തിലാണ് എനിക്ക് കിട്ടുന്നത്. ഒന്ന് കരിയർ വൈസ് ആണ് കിട്ടുന്നത്, ഒന്ന് റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിലാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിൽ കിട്ടിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെൻറ്റ്. അത് മറ്റാരുമായിട്ടല്ല, നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടുമായിട്ടുള്ള. കാരണം ക്വീൻ ഓഫ് വാൻസ്, കിങ് ഓഫ് വാൻസ് എനർജിയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടുമായിട്ട് കണ്ടുമുട്ടുന്നതും ആ വ്യക്തിയുമായിട്ട് ഒരു യൂണിയൻ, ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ്. ഹയർഫൻ്റ് കാർഡ് ഒരു റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ മാരേജ്, ട്രഡീഷണൽ മാരേജിനെയാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു മാരേജ് ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റിലേക്ക് നിങ്ങൾ എത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തുടങ്ങി അടുത്ത ക്രിസ്മസിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം, അതാണ് യൂണിവേഴ്സ് കൊണ്ടുവരുന്ന ക്രിസ്മസ് സമ്മാനം. അങ്ങനെയാണ് നമ്മൾ എപ്പോഴും നോക്കാറ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു എനർജി വളരെ സ്ട്രോങ് ആണ്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണെന്ന് വീണ്ടും വീണ്ടും കാണുന്നുണ്ട്. അതായത് ഈ മൂൺ കാർഡ് ആയിക്കോട്ടെ, 8 ഓഫ് സോർഡ്സ് ആയിക്കോട്ടെ, എനിക്ക് കിട്ടുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് മറഞ്ഞിരിക്കുകയാണ് കംപ്ലീറ്റ്ലി. ഓക്കെ, ഇങ്ങനെ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു അടുത്ത വർഷം ഈ ഒരു സമയമാകുമ്പോഴേക്കും ഈ ഒരു വ്യക്തിയെ നിങ്ങൾ പരിചയപ്പെടുക മാത്രമല്ല, അവരുമായിട്ട് ആ ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ്, ആ മാരേജിലേക്ക് എത്തും എന്നുള്ളതിനെ പറ്റി യാതൊരു സൂചനയും നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടില്ല. ഒരു തരത്തിലും ഇല്ല, ഒരു കൺഫർമേഷനും ഇല്ല. ഓക്കെ, പക്ഷേ തയ്യാറാകാൻ പറയുന്നു. കഴിഞ്ഞു പോയതിനെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട്, അതിൽ നിന്നെല്ലാം മൂവ് ഓൺ ചെയ്തുകൊണ്ട് ഈ ഒരു പുതിയ തുടക്കത്തെ 2 കൈനീട്ടി സ്വീകരിക്കുന്നതിന് തയ്യാറാകാനാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഈ ഒരു മെസ്സേജ് വളരെ സ്ട്രോങ് ആയി കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് കരിയറിലാണ്. അതായത് ഈ പറഞ്ഞ പോലെ കരിയറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലോങ് ടേം സ്റ്റേബിൾ സെക്യൂർ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ, ഒരു ന്യൂ ചാപ്റ്റർ. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റീസ്റ്റാർട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഒരു റീബർത്ത് ഉണ്ട് ഈ ഒരു കരിയറുമായി ബന്ധപ്പെട്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കാണുന്ന ഒരു പാസ്റ്റ് എനർജിയുടെ പ്രസൻസ് കൂടെ കാണുന്നുണ്ട്. അപ്പം പാസ്റ്റിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കരിയറിൽ പാസ്റ്റിൽ എന്തെങ്കിലും നിങ്ങൾ അത്രയും വേദനിപ്പിച്ച എന്തെങ്കിലും ഒരു അവസ്ഥയിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ അന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ അന്ന് നിങ്ങൾക്ക്
നേടിയെടുക്കാൻ ആഗ്രഹിച്ചിട്ട് അതിന് സാധിക്കാതെ പോയത്, അതിൻ്റെ അവസരം കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു അവസരം നിങ്ങൾക്ക് വരുന്നു. ആ ഒരു എന്താ പറയാ, നിർത്തിയിടത്തുനിന്ന് തുടങ്ങുക എന്ന് പറയില്ലേ, അവിടെ എവിടെയാണ് അവസാനിച്ചത് അവിടെ നിന്ന് അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷെ ഇപ്രാവശ്യം ഒരു ലോങ് ടേം സ്റ്റേബിൾ സെക്യൂർ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ അത് കുറച്ച് നാളത്തേക്കല്ല, അത് എന്താ പറയാ കാലകാലത്തേക്കുള്ളത് എന്ന് നമ്മൾ പറയുമല്ലോ, ആ ഒരു രീതിയിലാണ് വരുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു എന്താ പറയാ എനർജി, പ്രത്യേകിച്ച് കരിയർ വൈസ് നിങ്ങളുടെ എനർജി വളരെ മാഗ്നറ്റിക് ആവുന്നതായിട്ട് കാണുന്നു. വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളുമായിട്ട്, സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് നെറ്റ്വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നിങ്ങൾക്ക് അവസരം കിട്ടുന്നുണ്ട്. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഇവന്റ്സിന്റെ ഭാഗമാകാൻ അവസരം കിട്ടുന്നു. അവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് കരിയറിൽ കുറച്ചും കൂടി വളരുന്നതിനും അതിൽ എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതായിട്ട് കാണുന്നു. പിന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഉയർന്നതായിട്ട് കാണുന്നു. നിങ്ങൾ ഒരു ലീഡർഷിപ്പ് റോളിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി അതാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, കരിയറിൽ അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സക്സസ് റെക്കഗ്നിഷൻ ഒക്കെ കിട്ടുന്നതായിട്ട് കാണുന്നു. അങ്ങനെ ഒരു ബ്രാൻഡ് ന്യൂ സ്റ്റാർട്ട്, ഒരു റീബർത്ത്, നിങ്ങൾ എസ്പെഷ്യലി നിങ്ങളുടെ കരിയറിൽ ഒരു റീസ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു ഫ്രഷ് സ്റ്റാർട്ടൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിനുള്ള സാധ്യത, അതാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ക്രിസ്മസ് സമ്മാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്ത ഏസ് കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഏസ് ഓഫ് വാൻഡ്സ്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഗ്രോത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പുതിയ തുടക്കം എന്നാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇമോഷണലി നിങ്ങൾ വളരെ ബാലൻസ്ഡ് ആകുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഇമോഷണലി നിങ്ങളുടെ ആ ഒരു മെച്ചോറിറ്റി ലെവൽ, ഇമോഷണൽ മെച്ചോറിറ്റി നിങ്ങൾ ഒരുപാട് ഇമ്പ്രൂവ് ആകുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ വളരെയധികം ഒരു സ്റ്റേബിൾ സിറ്റുവേഷനിലായിരിക്കും. ആ ഒരു എന്താ പറയുക, 9 ഓഫ് സോർഡ്സ് എനർജിയിൽ നിന്നൊക്കെ ഒരു മോചനം കാണുന്നുണ്ട്. ഈ ഓവർ തിങ്കിങ്ങും സ്ട്രെസ്സും ഒക്കെ മാറി ആ ഒരു എന്താ പറയണ്ടേ, നിങ്ങൾ അർഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സമാധാനം ഉണ്ട് അല്ലേ. അതായത് നമ്മളവിടെ സാറ്റിസ്ഫൈഡ് ആണ്, കാരണം നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അതിലേക്കാണ് നമ്മൾ എത്തുന്നത്. അത്തരത്തിലുള്ള ഒരു എന്താ പറയണ്ടേ, ഒരു ന്യൂ സ്റ്റാർട്ട്. ഓക്കെ, വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഗ്രോത്ത് പ്രോമിസ് ചെയ്യുന്ന ഒരു ന്യൂ സ്റ്റാർട്ട്, ഒരു ന്യൂ ചാപ്റ്ററിലേക്കാണ് നിങ്ങൾ കടക്കുന്നത്. കരിയർ വൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിലായിരിക്കാം. റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിലാണെങ്കിൽ നിങ്ങൾക്ക് അത്രമേൽ ഇമോഷണലി എന്താ പറയുക, വളരെ മെച്ചുവർ ആയിട്ടുള്ള ഒരു പേഴ്സൺ. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു എക്സൈറ്റ്മെന്റോടൊക്കെ കൂടി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കണക്ഷൻ, നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്ന ഒരു കണക്ഷൻ, അതാണ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങളോട് പറയുന്നുണ്ട് ഓവർ തിങ്ക് ചെയ്യരുത്. ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഇത് എനിക്ക് നല്ലതാണോ, ഞാനിത് ആക്സെപ്റ്റ് ചെയ്യാൻ പാടുണ്ടോ, ഇനി ഇതിന് നല്ലതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം, അങ്ങനെ കുറെ ചിന്തകളൊക്കെ ഉള്ളിലേക്ക് വരാം. അതിനെ പ്രോത്സാഹിപ്പിക്കരുത് എന്ന് ഞാൻ പ്രത്യേകം കാണുന്നുണ്ട്. ഓക്കെ, യെസ്, ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. ഈ ഒരു ഫ്രഷ് ന്യൂ ചാപ്റ്റർ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലാണെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. യൂണിവേഴ്സിനോട് നന്ദി പറയുക, സ്വീകരിക്കുക. അതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു എക്സ്പീരിയൻസ് അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. നിങ്ങൾ അതിൽ വളരെ ഹാപ്പി ആയിരിക്കും, തൃപ്തരായിരിക്കും. ഒരു സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി. ഓക്കെ, എസ്പെഷ്യലി കരിയറിലാണെങ്കിൽ കരിയറിലും അതുവഴി ഫൈനാൻസിലും ഒരു സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധ്യത കാണുന്നുണ്ട്. യാത്ര ഉണ്ടാവാം, റീലൊക്കേഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇത് കാണിക്കുന്നത് ഫിഗറേറ്റീവ്ലി നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുന്നതിന്റെ സൂചനയാണ് ഈ ഒരു ചാരിയറ്റ് കാർഡോട് കാണിക്കുന്നത്. വളരെ പ്രോഗ്രസീവ് ആയിട്ട് നിങ്ങൾ അത്രയും പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രോഗ്രസ്, ആ ഒരു ചേഞ്ച് ആണ് നിങ്ങളുടെ കരിയറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് ലൈഫിൽ സംഭവിക്കുന്നത്. ഓക്കെ, അങ്ങനത്തെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂ ബിഗിനിങ് ആണ്. അപ്പൊ നിങ്ങളോട് എന്താ പറയണേന്ന് വെച്ചാൽ, അത് നടക്കുമ്പോൾ നിങ്ങൾ അവിടെ ഓവർ തിങ്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, നിങ്ങൾ അവിടെ ഇങ്ങനെ ഒരുപാട് ചിന്തിച്ച് ആക്ഷൻ എടുക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കരുത്. നിങ്ങൾ ആക്ഷൻസ് എടുക്കണം. ഇത് നിങ്ങൾക്ക് യൂണിവേഴ്സ് കൊണ്ടുവരുന്നതാണ് എന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളതാണെന്ന് മനസ്സിലാക്കുക, ആക്ഷൻ എടുക്കുക. ഓക്കെ, നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യത്തിൽ നമുക്ക് നോക്കാം. നിങ്ങളോട് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ക്ഷമ കാണിക്കുക. ഇപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം വരുന്നുണ്ട് എന്ന് അറിയുന്നത് കൊണ്ട് അതിനുവേണ്ടി ഇങ്ങനെ
എന്താ പറയുക, ഡെസ്പറേറ്റ്ലി വെയിറ്റ് ചെയ്യാതിരിക്കുക. ഇമോഷണലി നിങ്ങൾ വളരെയധികം ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിലാകാൻ ശ്രമിക്കണം. ആ ഒരു ഇമോഷണൽ സൈഡ് നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് സ്ട്രോങ് ആക്കാൻ ശ്രമിക്കണം എന്ന് പറയുന്നു. നിങ്ങൾക്ക് ആരോടൊപ്പം, നിങ്ങളുടെ പ്രത്യേകിച്ച് ഫാമിലിയിൽ നിങ്ങൾ ആരോടൊപ്പം ആയിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു സന്തോഷവും സംതൃപ്തിയൊക്കെ കിട്ടുന്നത്, അവരുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറയുന്നു. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ, അനാവശ്യമായിട്ടുള്ള എന്താ പറയണ്ടേ, കോൺഫ്ലിക്റ്റ് സിറ്റുവേഷൻസ്, ഓക്കെ, അത് പരമാവധി ഒഴിവാക്കുക. മനസ്സിന് സമാധാനം കൊടുക്കുന്ന കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അത് ആരോടൊക്കെ ഒപ്പം സമയം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു മനസ്സമാധാനം അനുഭവിക്കുന്നത്, അവരുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. ആരൊക്കെയാണോ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യമാണോ നിങ്ങളെ കൂടുതൽ ടെൻസ്ഡ് ആക്കുന്നത്, സ്ട്രെസ്ഡ് ആക്കുന്നത്, അതിൽ നിന്നെല്ലാം മാക്സിമം ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കാൻ പറയുന്നു. നിങ്ങളുടെ ഈ ഒരു ലക്ഷ്യത്തിനായിട്ട് നിങ്ങൾ എന്തൊക്കെ ആക്ഷൻസ് എടുക്കുന്നുണ്ടോ അത് കണ്ടിന്യൂസ്ലി എടുക്കാനും നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, വെയിറ്റ് ചെയ്യല്ല വേണ്ടത്, നിങ്ങൾ കണ്ടിന്യൂസ്ലി നിങ്ങളുടെ ആക്ഷൻസ് എടുക്കുക, അതാണ് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ആക്ഷൻസ് എടുക്കുക. നിങ്ങൾ ആ ഒരു മാനിഫെസ്റ്റേഷൻ റിച്വൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതും കണ്ടിന്യൂസ്ലി ചെയ്യുക, അതൊരു കാരണവശാലും നിർത്തരുത് എന്ന് പറയുന്നു. വളരെ ആത്മവിശ്വാസത്തോടെ ആയിരിക്കുക. ഓക്കെ, ലൈഫിൽ എന്താ പറയാ, ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതാണ് എന്ന് നമ്മൾ കണ്ടു, അതുകൊണ്ട് അതിൽ ഒരു പകച്ചു പോകരുത്. ആ ഒരു പെട്ടെന്നുള്ള ഒരു മാറ്റം സംഭവിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു അവസ്ഥയിലേക്ക് പോകരുത്. നിങ്ങളുടെ ആത്മവിശ്വാസത്തിന് കുറവ് ഉണ്ടാവരുത് എന്ന് നമുക്ക് കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ വളരെയധികം ചിന്തിച്ച് അല്ലെങ്കിൽ എന്താ പറയുക, വളരെയധികം കോൺഫിഡൻറ്റോട് കൂടെ വേണം ഈ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ. നിങ്ങൾ എത്രത്തോളം കോൺഫിഡൻ്റ്ലി ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് അതൊരു എന്താ പറയാ, ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ട് റൈറ്റ് ടൈമിൽ യൂണിവേഴ്സ് കൊണ്ടുതരുന്നതാണ്. അപ്പൊ ആ സപ്പോർട്ടിനെ നിങ്ങൾ സ്വീകരിക്കുക. ഓക്കെ, അവിടെ നിങ്ങളുടെ ഈഗോ ഒന്നും വേണ്ടതില്ല എന്ന് പറയുന്നു. ഡിവൈൻ കൗണ്ടർപാർട്ട് എനർജീസ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത്. നമുക്ക് കിങ് ഓഫ് കപ്സ് ഓൾറെഡി കിട്ടിയതാണ്, ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. പിന്നെ അത് നിങ്ങളോട് മെയിനായിട്ട് എന്താ പറയുന്നത് വെച്ചാൽ ഫിൽ യുവർ ഓൺ കപ്പ് എന്നാണ്. ഓക്കെ, ശരിയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ലവ് ലൈഫ് ആസ്പെക്റ്റിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടുമായിട്ടുള്ള യൂണിയൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പം ഞാൻ സെൽഫ് ലവ് പ്രാക്ടീസസ് ഒന്നും ചെയ്യൊന്നും വേണ്ട, എന്താ പറയണ്ടേ, ഞാൻ അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്യേണ്ടതല്ല, ആൾ വരുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ ഇനി ലൈഫ് നന്നായി നടക്കും. അങ്ങനെയല്ല, നിങ്ങൾ എടുക്കുന്ന ആക്ഷൻസ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. സെൽഫ് ലവ് ജേർണി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരാൾ വന്നാൽ പോലും ആ സെൽഫ് ലവ് ജേർണി അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, പിന്നെ ലൈഫ് ഈ മാക്സിമം നിങ്ങളുടെ തന്നെ എനർജിയിൽ നിങ്ങളോടൊപ്പം നിങ്ങളത് എൻജോയ് ചെയ്യാൻ പറ്റണം. ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങളുടെ സന്തോഷം നിങ്ങൾ തന്നെ കണ്ടെത്തണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇത് നിങ്ങളുടെ സന്തോഷം ഇരട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്, അല്ലാണ്ട് നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യമല്ല. ആ സന്തോഷം നിങ്ങൾ ആദ്യം കണ്ടെത്തുക ആണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. അത് കണ്ടെത്തി നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിച്ച് അതിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് സന്തോഷം, ആ സന്തോഷത്തിന്റെ എനർജി അല്ലെങ്കിൽ ഹാപ്പിനെസ് കൂടുതൽ തരുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ, കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാം. അപ്പൊ അതെപ്പോഴും മനസ്സിൽ വെക്കണം. ഓക്കെ, അപ്പോ ഇനി നിങ്ങൾക്കുള്ള ക്യാപ്ചർ ക്ലൂസ് എന്താണെന്ന് നോക്കാം. ഇതാണ് നിങ്ങൾക്കുള്ള പ്രധാനമായിട്ടുള്ള ക്രിസ്മസ് സമ്മാനം. എന്തൊക്കെയാണ് ഗ്രൂപ്പ് 1 നൽകാനുള്ള ക്യാപ്ചർ ക്ലൂസ്? ഞാൻ മലയാളത്തിൽ റീഡ് ചെയ്യുമ്പോൾ മലയാളത്തിൽ റീഡിങ്ങിനായിട്ട് ഞാൻ ക്യാപ്സ്യൂൾ ക്ലൂസ് സെപ്പറേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ട്യൂണിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മൾ അതാണ് ഈ മലയാളം റീഡിങ്സിലൊക്കെ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ മലയാള മാസങ്ങളും ഒക്കെയാണ് വരിക. കംപ്ലീറ്റ് ഇപ്പോൾ മാക്സിമം മലയാളവത്കരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ക്ലൂസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, നമുക്ക് ലെറ്റർ എസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ജാനുവരി മാസം കിട്ടിയിട്ടുണ്ട്, മെയ്. അപ്പോൾ ജാനുവരി 2026 തൊട്ട് മെയ് 2026 വരെയുള്ള ടൈം ഫ്രെയിം ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ അല്ലെങ്കിൽ ഇതിലേതിലൊന്നും നിങ്ങൾ ജനിച്ച മാസമാകാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ഓട്ടം സീസൺ, ഫോൾ സീസൺ കിട്ടിയിട്ടുണ്ട്.
അതായത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഒരു മിഡ് നവംബർ. ഓക്കെ, നവംബർ ആദ്യ പകുതി വരെ നമുക്ക് വിചാരിക്കാം. അപ്പൊ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും നിങ്ങളുടെ പിറന്നാൾ സമയമാകാൻ, ഡേറ്റ് ഓഫ് ബർത്തിന്റെ ടൈം ആകാനും സാധ്യതയുണ്ട്. നിങ്ങൾ ജനിച്ച മാസം അല്ലെങ്കിൽ നിങ്ങൾ ആ ജനിച്ച ദിവസം വരുന്ന ഒരു മാസത്തിന്റെ ഒക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ നവംബർ ആദ്യ പകുതി, അപ്പൊ അതുവരെ. അപ്പോൾ ഈ പറഞ്ഞ മാസങ്ങളിൽ ഏതെങ്കിലും ജാനുവരി, മെയ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഫസ്റ്റ് ഹാഫ്, ഇതിലേതെങ്കിലും നിങ്ങൾ ജനിച്ച മാസമാകാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലൂസ്, ഡേറ്റ്സ് 15, 16, 18, 19, 25, 28. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയണ്ടേ, ഈ ഡേറ്റ്സിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാകാം, അത് ഒരു സാധ്യതയാണ്. പിന്നെ ഈ പറഞ്ഞ ഡേറ്റ്സും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നമ്മൾ ഇനിയൊരു ടൈം ഫ്രെയിം കാർഡ് എടുക്കുന്നുണ്ട്. അതായത് ഈ ഒരു സമ്മാനവുമായിട്ട്, യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഈ സമ്മാനവുമായി ബന്ധപ്പെട്ട് ഒരു എന്താ പറയണ്ടേ, ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ടൈം യൂണിവേഴ്സിന് നൽകാൻ പറ്റുമെങ്കിൽ അത് ഏതാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗ്രൂപ്പ് 1-ന് യൂണിവേഴ്സ് നൽകുന്ന ക്രിസ്മസ് സമ്മാനവുമായി ബന്ധപ്പെട്ട് ഒരു സിഗ്നിഫിക്കൻ്റ് ടൈം ഫ്രെയിം നൽകാൻ ഗ്രൂപ്പ് 1-ന് യൂണിവേഴ്സ് നൽകുന്ന ക്രിസ്മസ് സമ്മാനവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ടൈം ഫ്രെയിം നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയിരുന്ന ടൈം ഫ്രെയിം. നെക്സ്റ്റ്, സാറ്റർൺ റെട്രോഗ്രേഡ്. അപ്പോൾ അടുത്ത സാറ്റർൺ റെട്രോഗ്രേഡ് എന്ന് പറയുന്നത് ജൂലൈ 27, 2026 തൊട്ട് ഡിസംബർ 11, 2026 വരെ. ഈ ടൈമാണ് നിങ്ങൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടത്. ഈ ഒരു നമ്മൾ പറഞ്ഞ ക്രിസ്മസ് സമ്മാനം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ലഭിക്കുന്ന ക്രിസ്മസ് ബ്ലെസ്സിങ്, ഈ ഒരു ക്രിസ്മസ് ബ്ലെസ്സിങ്ങിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അത് വളരെ പീക്കിൽ നിൽക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ടൈം ഫ്രെയിമാണ്. ജൂലൈ 27 തൊട്ട് ഡിസംബർ 11 വരെ. ആ ഒരു ടൈമിൻ്റെ ഉള്ളിലാണ് ഈ ചിലപ്പോൾ ഈ എന്താ പറയുക ഓപ്പർച്യൂണിറ്റി വരുന്നതും നിങ്ങൾ സ്വീകരിക്കുന്നതും, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതും, പിന്നെ അതൊരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിലേക്ക് പോകുന്നതും, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ വർഷത്തിന്റെ ആദ്യം തന്നെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടാവാം, പക്ഷെ അതൊരു സീരിയസ് കമ്മിറ്റ്മെന്റിലേക്ക് എത്തുന്നതും മാരേജിലേക്ക് പ്രൊസീഡ് ചെയ്യുന്നതും ഈ പറഞ്ഞ സാറ്റർൺ റെട്രോഗ്രേഡിന്റെ ടൈമിലായിരിക്കാം. ഓക്കെ, അങ്ങനെ അപ്പോൾ ഈ ഒരു ടൈം ഫ്രെയിം ഓർത്ത് വയ്ക്കാം, ഈ സിഗ്നിഫിക്കൻ്റ് ടൈം ഫ്രെയിം നോട്ട് ചെയ്ത് വയ്ക്കാം. എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫിൽ ഈ പറഞ്ഞ മാസങ്ങളിലൊക്കെ ക്ലൂസ് ആണ്, പ്രത്യേകിച്ച് ജാനുവരി ടു മെയ് ടൈം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. നോട്ട് ചെയ്ത് വെക്കുക, ഈ ഡേറ്റുകളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നോട്ട് ചെയ്യാം. അങ്ങനെ ഒരു ജേർണൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നിങ്ങൾക്കത് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ലഭിക്കുന്ന ക്ലൂസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒന്നും നിങ്ങൾക്ക് മിസ്സാകുകയില്ല. അപ്പോൾ ഈ ഒരു ടൈം ഫ്രെയിമാണ് ഈ ഒരു നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന ക്രിസ്മസ് സമ്മാനവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ടൈം ഫ്രെയിം. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞ സമയം ഒന്നുകൂടെ പറയുന്നു, ജൂലൈ 27, 2026 അണ്ടിൽ ഡിസംബർ 11, 2026. അതാണ് സമയം. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ സബ്സ്ക്രൈബ് ചെയ്യണം, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് ക്രിസ്മസ് ആശംസകളും നൽകുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. അപ്പം നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം നിങ്ങൾക്ക് യൂണിവേഴ്സ് ഈ വർഷം നൽകുന്ന ക്രിസ്മസ് സമ്മാനങ്ങൾ എന്തൊക്കെയാണെങ്കിൽ സമ്മാനം എന്താണെന്ന് നോക്കാം. 2025 ഗ്രൂപ്പ് 2-ന് യൂണിവേഴ്സ് നൽകുന്ന ക്രിസ്മസ് സമ്മാനം എന്താണ്? നമുക്ക് ആദ്യം തന്നെ കിട്ടിയേക്കുന്ന കാർഡ് 5 of Wands ആണ്. ക്ലാരിഫൈ ദ 5 of Wands. Nine of Wands. Clarify the 9 of Wands. Six of Pentacles. Page of Wands. നമുക്കിവിടെ കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ഒരുപാട് ചാലഞ്ചിങ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് കാണുന്നത്, അല്ലെങ്കിൽ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ആ ചാലഞ്ചസ് എല്ലാം നിങ്ങൾ ഓവർകം ചെയ്യുന്നത്, വിജയകരമായിട്ട് നിങ്ങൾ അതിനെ മറികടക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്.
നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത് എന്താ വെച്ചാൽ അത് ഇനിയും അങ്ങനെ സംഭവിക്കുമോ എന്നുള്ള ഒരു ഭയം നിങ്ങളുടെ ഉള്ളിൽ വേണ്ട. ഓക്കെ. ആ ഒരു ഇപ്പോഴുള്ള ചാലഞ്ചസ് നിങ്ങൾ എന്തായാലും സക്സസ്ഫുള്ളി നിങ്ങൾ അത് ഓവർകം ചെയ്തിരിക്കും. അതിൽ യാതൊരു പേടിയും വേണ്ട, അല്ലെങ്കിൽ അതിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷെ ഇനിയും അത് സംഭവിക്കും, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ ആ ഭയം ഉള്ളിൽ പാടില്ല. ഇനി ഇതുപോലത്തെ പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ള ഭയം പാടില്ല. അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ഓക്കെ. മാത്രമല്ല, നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ബോധ്യം, അതായത് നിങ്ങൾ എന്താണ് അർഹിക്കുന്നത്, എങ്ങനെയാണ് ഏതൊരു ആസ്പെക്റ്റിലും, ഓക്കെ, നിങ്ങൾ ആളുകൾ ട്രീറ്റ് ചെയ്യുന്ന രീതി ആയിക്കോട്ടെ, ഒരു ഓപ്പർച്യൂണിറ്റിയുടെ കാര്യം ആയിക്കോട്ടെ, നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിനെ സംബന്ധിച്ച്, അങ്ങനെ എന്ത് കാര്യത്തിലും നിങ്ങൾ എന്താണ് അർഹിക്കുന്നത്, എന്താണ് നിങ്ങൾ അർഹിക്കാത്തത്, ഓക്കെ, എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു ക്ലാരിറ്റിയും കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഈ ചാലഞ്ചസ് ഓവർകം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ക്ലാരിറ്റിയാണ് എന്താണ് നിങ്ങൾ ലൈഫിൽ ഡിസേർവ് ചെയ്യുന്നത് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യക്തമായ കൃത്യമായ ബോധ്യം ഉണ്ടാകുന്നു. അതനുസരിച്ച് അപ്പൊ നിങ്ങൾക്ക് ലൈഫിലോട്ട് മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായ ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് പോകാൻ സാധിക്കും. ഓക്കെ. അത് നിങ്ങളെ ലൈഫിൽ അപ്പൊ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ അതിന് താഴേക്ക് നിങ്ങൾ എന്ത് ചെയ്യില്ല, നിങ്ങള് എന്താ പറയാ, നിങ്ങൾ അതിന് താഴേക്ക് ഉള്ള കാര്യത്തിൽ നിങ്ങൾ സെറ്റിൽ ആവില്ല, അല്ലെങ്കിൽ നിങ്ങൾ അതിന് കോംപ്രമൈസ് ചെയ്യില്ല. ഓക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു മേജർ ഷിഫ്റ്റ് ആയിട്ട് കാണുന്നു. മാത്രമല്ല, ലൈഫ് കുറേം കൂടെ നിങ്ങൾ എൻജോയ് ചെയ്യാൻ തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അങ്ങനെയാവുന്നുണ്ട്. ജീവിതത്തിനെ വരുന്ന പോലെ സ്വീകരിച്ച് ലൈഫിന്റെ പ്രസന്റ് മൊമെന്റിലായിക്കൊണ്ട് മാക്സിമം അത് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ടെൻഡൻസിയും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ലൈഫ് ഇപ്പൊ നിങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ട് വളരെ ഒരു ഗാർഡഡ് എനർജി ആണെങ്കിൽ അതൊക്കെ മാറി കുറച്ചുകൂടെ ഒരു ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക, കുറച്ചുകൂടെ ഫ്രീഡം നിങ്ങൾ എൻജോയ് ചെയ്യുക, ലൈഫ് കുറച്ചും കൂടെ നിങ്ങൾ ആസ്വദിച്ച് പോകുന്ന ഒരു അങ്ങനത്തെ ഒരു രീതിയിലേക്ക് നിങ്ങൾക്കൊരു ഷിഫ്റ്റ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. Okay, clarify the Eight of Wands, Nine of Pentacles, clarify the Nine of Pentacles, wow, Ten of Pentacles. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എസ്പെഷ്യലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അതിനായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കൊരു ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അതിനായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ ജോലിയിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി, പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഫൈനാൻഷ്യൽ ലൈഫിൽ ഒരു അപ്ഗ്രേഡ് നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങൾ അങ്ങനെ ഒരു ലൈഫിൽ ഒരു അപ്ഗ്രേഡ് അതിലൂടെ ആഗ്രഹിക്കുന്നുണ്ട്. ഫാമിലിനെ വളരെ കണക്റ്റഡ് ആയിട്ട്, നിങ്ങളും ഫാമിലിയോട് വളരെ കണക്റ്റഡ് ആയിട്ട് കാണുന്നു. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നിങ്ങളുടെ ഫാമിലിക്ക് ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആകുന്നതായിട്ട് കാണുന്നത്. ചിലപ്പോൾ ഒരു ബിസിനസ് ആയിരിക്കാം. ഓക്കെ. അതൊരു ഫാമിലി ബിസിനസ് ആയിട്ട് ഭാവിയിൽ കൊണ്ടുപോകാൻ ഒരു താല്പര്യമുള്ള ഒരു ടൈപ്പ് ഓഫ് ബിസിനസ്. ഓക്കെ. അത് തുടങ്ങണം, അത് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നൊരു ആഗ്രഹം നിങ്ങൾക്കുള്ളിൽ ഉണ്ടാകാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ഫൈനാൻഷ്യൽ കരിയർ ആസ്പെക്റ്റിൽ ഒരു എന്താ പറയാ, ഗ്രോത്ത്, ഒരു എക്സ്പാൻഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. അതും വളരെ പെട്ടെന്നാണ്. കാരണം നമുക്ക് എയ്റ്റ് ഓഫ് വോൺസ് ആണ് കിട്ടിയിരിക്കണേ. പെട്ടെന്നുള്ള മാറ്റമായിരിക്കും. ഓക്കെ. ചിലപ്പോൾ ഇപ്പോൾ ഉള്ളതിനും മികച്ച ജോലി ഒരു ഓപ്പർച്യൂണിറ്റി വരിക, അല്ലെങ്കിൽ ജോലി ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെ തേടി വരിക. അപ്പോൾ അത് സ്വീകരിക്കുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനിലൊക്കെ പെട്ടെന്ന് മാറ്റം വരിക. ഈ ഓപ്പർച്യൂണിറ്റി വരുന്നത് തന്നെ വളരെ പെട്ടെന്നായിരിക്കും. ചിലപ്പോൾ അതിലൊരു യാത്ര, റീലൊക്കേഷൻ ഒക്കെ ഉണ്ടാകാം. അങ്ങനെ അപ്പൊ നിങ്ങളുടെ ലൈഫ് മാറുന്നു. നിങ്ങളുടെ ലൈഫ് മാറുന്നതനുസരിച്ച് നിങ്ങളുടെ ഫാമിലിയുടെ ലൈഫും സിറ്റുവേഷനും ഒക്കെ മാറുന്നു. ചിലപ്പോൾ വീട് ഒന്ന് റെനോവേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ വീട് തന്നെ പുതിയത് പണിയുന്നതോ അല്ലെങ്കിൽ പുതിയ സ്ഥലം വാങ്ങുന്നതോ അതിനൊക്കെ ഉള്ളൊരു എനർജി കാണുന്നുണ്ട്. അങ്ങനെ ഒരു പെട്ടെന്നുള്ള മാറ്റങ്ങൾ നിങ്ങൾ അനുഭവിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ഇതാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് കരുതിയിട്ടുള്ള മറ്റൊരു സമ്മാനം. ഓക്കെ. അപ്പോൾ ഇവിടെ ഫൈനാൻഷ്യൽ എക്സ്പാൻഷൻ ആണ് എനിക്ക് കൂടുതലായി കാണുന്നത്. അത് കരിയറിലൂടെ എന്നുള്ള ഒരു എനർജിയും കൂടെ കിട്ടുന്നുണ്ട്. പക്ഷെ കൂടുതലായിട്ടും പണം ഒരുപാട് നിങ്ങളിലേക്കും നിങ്ങളുടെ കുടുംബത്തിലേക്കും വരുന്ന ഒരു എനർജി, നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. Clarify the Nine of Swords. Clarify the Ten of Wands. Ten of Pentacles എന്നാ പറയാൻ പോകുന്നത്. The Devil. Clarify the Devil. Okay. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളോട് എന്താ പറയുന്നത് വെച്ചാൽ, ഇങ്ങനെ
ഇങ്ങനെ പെട്ടെന്നൊരു എക്സ്പാൻഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഒന്നൊരു ഓവർ തിങ്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കുമോ, ഇതൊക്കെ നഷ്ടപ്പെടുമോ എന്നുള്ള അനാവശ്യ ഭയം നിങ്ങളെ ചിലപ്പോൾ പിന്തുടരാം. അത് അനാവശ്യ ഭയമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. പിന്നെ ഇതിലൂടെ നിങ്ങളുടെ ഒരുപാട്, ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളായിട്ടുള്ള, നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തരുന്ന പല കാര്യങ്ങളും ഓക്കെ ഈ ഒരു ഫൈനാൻഷ്യൽ എക്സ്പാൻഷനിലൂടെ അത് അവസാനിച്ചു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു നെഗറ്റീവ്, എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് നെഗറ്റീവ് എനർജി നിങ്ങളെ എത്ര നിങ്ങൾ അതിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിച്ചിട്ട് ആ നെഗറ്റീവ് എനർജി നിങ്ങൾ ഇങ്ങനെ പിന്തുടരുന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അത് വിട്ടുപോയിട്ടില്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി റിലീസ്ഡ് ആകുന്ന ഒരു എനർജി, ഒരു സിറ്റുവേഷൻ എനിക്ക് കാണുന്നുണ്ട്. അപ്പം ഈ ഫൈനാൻഷ്യൽ എക്സ്പാൻഷൻ ഉണ്ടാകുന്നതിലൂടെ, ഈ ഫൈനാൻഷ്യൽ പ്രോസ്പെറിറ്റി വരുന്നതിലൂടെ നിങ്ങളിലൂടെയാണ് നിങ്ങളുടെ കുടുംബത്തിലേക്ക് എത്തുന്നത്. അതിലൂടെ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങളുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണിത് ഓക്കെ. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ, എന്തെങ്കിലും ബാധ്യതകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവസാനിക്കുന്നു, ലൈഫ് കുറച്ചുകൂടെ സ്മൂത്ത് ആവുന്നു. അത് മാത്രമല്ല, ലൈഫ് സ്മൂത്ത് ആവുന്നതിനും അപ്പുറം എന്താ പറയുക, ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് എനർജി ഏതെങ്കിലും ഇങ്ങനെ കുറെ കാലമായിട്ടുള്ള ഒരു നെഗറ്റീവ് എനർജിയാണ്, അത് വിട്ടുപോകുന്നില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ നിന്ന് അത് വിട്ടുപോകുന്ന ഒരു എന്താ പറയണ്ടേ, ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലൈഫ് കുറേയും കൂടെ എക്സൈറ്റിംഗ് ആവുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ പ്രത്യേകിച്ച് ലൈഫിൽ ഓക്കെ, നമുക്ക് സ്ട്രെങ്ത് കാർഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ പ്രത്യേകിച്ച് വളരെ സ്ട്രോങ് ആയിട്ട്, കോൺഫിഡൻ്റ് ആയിട്ട്, വളരെയധികം ധൈര്യത്തോടെ ജീവിതത്തിനെ ഫേസ് ചെയ്യുന്നത്, ജീവിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു മേജർ ഗ്ലോ അപ്പ് തന്നെ സംഭവിക്കുന്ന ഒരു എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു ഹയസ്റ്റ് പോസിബിൾ വേർഷനിലേക്കുള്ള നിങ്ങളുടെ ഒരു യാത്ര, അല്ലെങ്കിൽ അതിലേക്ക് എത്തുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങളെ എത്രത്തോളം നിങ്ങൾ ഹീൽ ചെയ്തിട്ടുണ്ട്, എത്രത്തോളം നിങ്ങൾ നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ് ഓക്കെ. അപ്പോൾ എല്ലാവരും ഹയസ്റ്റ് പോസിബിൾ വേർഷനിലേക്ക് എത്തണമെന്നില്ല, പക്ഷെ ഇപ്പോൾ ഉള്ളതിൽ നിന്ന് നിങ്ങൾക്കൊരു അപ്ഗ്രേഡ് ഡെഫിനറ്റ്ലി ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് കാണുന്നുണ്ട്. നിങ്ങളോട് പറയുന്നത് ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. ആ ഒരു മാക്സിമം ക്ലാരിറ്റി നിങ്ങൾക്ക് ഈശ്വരൻ തരുന്നതാണ്, യൂണിവേഴ്സ് തരുന്നതാണ് ഈ സിറ്റുവേഷൻ. അപ്പൊ അതിനെ പിന്നെ ഓവർ തിങ്ക് ചെയ്ത് വേഴ്സ്റ്റ് കേസ് സിനാരിയോസ് ഒക്കെ ചിന്തിച്ചു കൂട്ടി വെറുതെ സ്ട്രെസ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാതിരിക്കുക ഓക്കെ. നിങ്ങളോട് പറയുന്നത് ലൈഫിൽ നിങ്ങളുടെ കാര്യങ്ങൾ, അതായത് ലൈഫിൽ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക, മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ആ ചാലഞ്ചിങ് പീരീഡ് അവസാനിച്ചു എന്നുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ എനർജിയാണ് എനിക്ക് 2 ഓഫ് പെന്റക്കിൾസിന് കിട്ടുന്നത്. ആ ഒരു വേവ്സ് കണ്ടില്ല, അൺഈവൺ ആയിട്ടുള്ള വേവ്സ്, അതാണ് നിങ്ങളുടെ ചാലഞ്ചസിനെ കാണിക്കുന്നത്. നിങ്ങളത് ഓവർകം ചെയ്തു, നിങ്ങളത് ഓവർകം ചെയ്ത് നിങ്ങൾക്ക് എന്താണോ ലൈഫിൽ പ്രാധാന്യമുള്ളത് അത് എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ അതിനെ സംരക്ഷിച്ചുകൊണ്ട്, ആ ഒരു ചാലഞ്ചിങ് സിറ്റുവേഷനിൽ അതൊന്നും നഷ്ടപ്പെടാതെ അതിനെ സംരക്ഷിച്ച് നിങ്ങൾ ആ ഒരു ചാലഞ്ച് പീരീഡ് കടന്നു പോരുന്നുണ്ട്. മാത്രമല്ല കൂടുതൽ ഒരു സമാധാന സ്വസ്ഥതയും ലൈഫിൽ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നു. പിന്നീട് നിങ്ങൾക്ക് അതുപോലെ തന്നെ ഒരുപാട് മാറ്റം ഓക്കെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ റിയാലിറ്റിയിലും, നിങ്ങളുടെ 3D റിയാലിറ്റിയിലും നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾ അനുഭവിക്കാനായിട്ട് ഒരു സാധ്യത കാണുന്നുണ്ട്. യാത്രയുടെ ഒരു എനർജി ഉണ്ട് വളരെ സ്ട്രോങ് ആയിട്ട്. പെട്ടെന്ന് ചിലപ്പോൾ ഒരു ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഓക്കെ, ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് ഷിഫ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ മാത്രമായിരിക്കും ചിലപ്പോൾ ഷിഫ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി യാത്രയ്ക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റെഡി ആകുക, അങ്ങനത്തെയും ഒരു എനർജി. അപ്പോൾ പൊതുവെ ആ ഒരു ചാലഞ്ചസ് ഒക്കെ അവസാനിച്ച്, നെഗറ്റിവിറ്റി ഒക്കെ അവസാനിച്ച് ഒരു സ്വസ്ഥതയും സമാധാനം നിറഞ്ഞ ഒരു ജീവിതം ഓക്കെ. ഫൈനാൻഷ്യൽ എക്സ്പാൻഷനോട് കൂടിയിട്ട് അപ്പൊ കംപ്ലീറ്റ്ലി അവിടെ പിന്നെ യാതൊരു തരത്തിലുള്ള വേറെ ആശങ്കകളൊന്നുമില്ല, സ്വസ്ഥത നിറഞ്ഞ ജീവിതം, ബാധ്യതകളൊക്കെ ഒഴിഞ്ഞിട്ടുള്ള ഒരു ലൈഫ്. അതാണ് എനിക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതാണ് നിങ്ങൾക്കുള്ള ഒരു എന്താ പറയണ്ടേ, ഒരു ക്രിസ്മസ് സമ്മാനമായിട്ട് എനിക്ക് കാണുന്നത്. നമുക്ക് കാർഡ് കട്ട് ചെയ്തപ്പോൾ, ഡെക്ക് കട്ട് ചെയ്തപ്പോൾ കിട്ടിയത് എംപറർ ആണ്. അതായത് നിങ്ങൾ അർഹതപ്പെട്ട ഒരു സ്ഥാനം നിങ്ങൾക്കുണ്ട്. അത് അവിടേക്കുള്ള നിങ്ങളുടെ ഉയർച്ചയാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം കിട്ടിയത് 2 ഓഫ് സ്വോർഡ്സ് ഓക്കെ. കാർഡ് നിലത്തേക്ക് വീണായിരുന്നു. ക്ലാരിഫൈ ദ 2 ഓഫ് സ്വോർഡ്സ്. ഓവർ തിങ്കിങ്, നിങ്ങൾ ഒരുപാട് ഈ സിറ്റുവേഷൻ എൻജോയ് ചെയ്യുന്നതിന് പകരം കൂടുതൽ ആശങ്കപ്പെടാനും പേടിക്കാനും ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വോയിസ് കേൾക്കുന്നുണ്ടെങ്കിൽ ദയവ് ഇതിനോട് ക്ഷമിക്കാം. അത് എന്തൊക്കെയോ കിച്ചണിൽ പണി നടക്കുന്നുണ്ട്. ഞാൻ റീഡിങ് തുടങ്ങിയപ്പോൾ ഒരു പണി ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട് ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് ആ ശബ്ദം കേൾക്കുന്നത്. അപ്പൊ അത് എത്ര നേരം കണ്ടിന്യൂ ചെയ്യാൻ പറയാൻ പറ്റില്ല, അതുകൊണ്ട് എനിക്ക് പോസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കുറേ നേരം പോസ് ചെയ്തിരിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നിങ്ങളോട് എന്താ പറയണമെന്ന് വെച്ചാൽ
ഓവർ തിങ്കിങ് വേണ്ട. നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതൊരു ശീലമാക്കാതിരിക്കുക. അത് കഴിഞ്ഞു പോയതാണ്, അതൊരു ശീലമാവണ്ട. ഓക്കെ, എന്തിനും ഏതിനും ഓവർ തിങ്ക് ചെയ്യുക, എന്തിലും ഏതിലും വേഴ്സ്റ്റ് കേസ് സിനാരിയോ കാണുക, അത് വേണ്ട. ലൈഫ് എൻജോയ് ചെയ്യൂ. നമുക്കും നല്ലത് സംഭവിക്കാലോ അല്ലേ. എപ്പോഴും ഒരാൾക്ക് മോശമായിട്ടുള്ള ഒരു സമയമായിരിക്കില്ല, നല്ല സമയവും ഉണ്ടാവും. പ്രത്യേകിച്ച് സ്പിരിച്വലി അലൈൻഡ് ആയിട്ട്, അവേക്കൻഡ് ആയിട്ട് ഒരു എനർജിയാണ് എല്ലാം. അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എനർജിയാണ് നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുക എന്നൊക്കെ തിരിച്ചറിഞ്ഞ് ഹീലിംഗിലൊക്കെ ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ ഒരു അപ്ഗ്രേഡ്, ഒരു പോസിറ്റീവ് ഷിഫ്റ്റ് ഉണ്ടാകും. അപ്പോൾ അത് അങ്ങനെ ആ ഒരു ഷിഫ്റ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണുന്നത് ഇനി ഒരു വർഷത്തിനുള്ളിൽ. അപ്പൊ ആ ഷിഫ്റ്റ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. ഇത് മാറ്റമാണ്, ഇതെന്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ച മാറ്റമാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറയുന്നു. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ കൂടുതൽ വളരുന്നതിനും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വ്യക്തിക്ക് കൂടുതൽ വളർച്ച ഉണ്ടാകുന്നതിനും ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ നിങ്ങൾ തേടിയെത്തുന്നതായിട്ട് കാണുന്നു. ആ അനുഭവങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്യുക. അതിൽ നിന്ന് നിങ്ങൾ ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇപ്പൊ എല്ലാം നടക്കുമല്ലോ, അപ്പോൾ ഞാൻ പിന്നെ ഒന്നും ചെയ്യേണ്ടതില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കരുത്. നിങ്ങൾ ഓൾറെഡി എടുക്കുന്ന ആക്ഷൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്ത് ആക്ഷൻസ് ആണ് നിങ്ങൾ എടുക്കേണ്ടത്, അത് നിങ്ങൾ എടുക്കണം. ഓക്കെ, നിങ്ങളുടെ ഫുൾ ഫോക്കസ് നിങ്ങളുടെ ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം ആ കാര്യങ്ങൾ ചെയ്യുക. അതിലായിരിക്കണം. പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുക, വെറുതെ ഇരിക്കരുത്. വെറുതെ ഇരിക്കുമ്പോഴാണ് അനാവശ്യമായ ചിന്തകളൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ മാക്സിമം പ്രൊഡക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. ലൈഫ് കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആക്കണം. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ്, ഒരു റുട്ടീനോട് കൂടിയ ലൈഫ് ഉണ്ടാവുന്നത് നല്ലതാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഫൈനാൻഷ്യൽ മാറ്റേഴ്സിനെ കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത്, ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, ഫൈനാൻഷ്യൽ സേവിങ്സ്, വിവിധ തരത്തിലുള്ള ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്, ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുന്നതൊക്കെ നിങ്ങൾക്ക് നല്ലതായിരിക്കും. അപ്പൊ അതിനെ സംബന്ധിച്ചൊക്കെ പഠിക്കാനായിട്ട് ഒരു അവസരം കിട്ടിയാൽ പഠിക്കുക. ഓക്കെ, അത് നിങ്ങൾ അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്, നിങ്ങൾ കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കണം എന്നും കൂടെ ഞാൻ കേൾക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പുതിയ തുടക്കമാണ് അല്ലേ, ഒരു പുതിയ മാറ്റമാണ്. ഡെഫിനറ്റ്ലി കണ്ടു, ഇതാണ് മാറ്റം. സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ നിന്ന് ഹാപ്പിയസ്റ്റ് സ്റ്റേജിലേക്കുള്ള മാറ്റമാണ്. അപ്പോൾ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് നിങ്ങൾക്ക് നല്ലതല്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അവസാനിച്ചു പോകും. അത് ബന്ധങ്ങളായിരിക്കാം, ചില സാഹചര്യങ്ങളായിരിക്കാം. അതൊക്കെ അതിൽ നിന്നൊക്കെ നിങ്ങളെ യൂണിവേഴ്സ് ഇങ്ങനെ വിടിയിച്ചു കൊണ്ടുവരും. എന്തിനാണ്? നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന സന്തോഷം നിറഞ്ഞ ജീവിതത്തിലേക്ക് നിങ്ങൾ എത്തിക്കാൻ. അപ്പോൾ ഓരോ അവസാനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് നല്ലതല്ലാത്തതുകൊണ്ടാണ് അവസാനിച്ച് പോണേന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് അവസാനിച്ച് പോകാൻ അനുവദിക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന അവസരങ്ങൾ ലൈഫിൽ ഉണ്ടാകുമ്പോൾ അതിൽ എന്താ ഞാൻ കേൾക്കുന്നത്, അതിൽ മതിമറന്ന് സന്തോഷിക്കാനാണ്. അല്ല, അത്രയും ഇൻവോൾവ് ആയിട്ട് സന്തോഷിക്കുക. കാരണം നിങ്ങൾക്ക് സന്തോഷിക്കാൻ വേണ്ടി യൂണിവേഴ്സ് തരുന്ന ഒരു അവസരങ്ങളാണ്. അപ്പൊ അതിനെ നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തണം എന്നും കൂടെ ഞാൻ കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുക. നിങ്ങളുടെ ആ സെൽഫ് ലവ് ജേർണി കണ്ടിന്യൂ ചെയ്യുക. പിന്നെ ഒരുപാട് നല്ല നല്ല വാർത്തകൾ കേൾക്കാൻ ഇടവരുക. ആ വാർത്തകളൊക്കെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. ഒരുപാട് നല്ല നല്ല ഇവന്റുകളുടെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പല എന്താ പറയുക പരിപാടികളുടെയും ഭാഗമാകാനും അല്ലെങ്കിൽ പല ഒക്കേഷൻസിന്റെയും ഭാഗമാകാൻ നിങ്ങൾക്ക് അവസരം കിട്ടുന്നതാണ്. ആ അവസരങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തണം. അതിൻ്റെ ഒക്കെ ഭാഗമാകുക. അങ്ങനെ ലൈഫ് കുറച്ചുകൂടെ ഒരു നിങ്ങൾക്ക് സന്തോഷിക്കാനും ആസ്വദിക്കാനും യൂണിവേഴ്സ് അവസരം തരുമ്പോൾ അത് ഉപയോഗിക്കുക, ലൈഫ് ആസ്വദിക്കുക, സന്തോഷിക്കുക. അത് വേണം. ഓക്കെ, അവിടെയും ഇങ്ങനെ ആൻഷ്യസ് ആയിട്ട് കോഷ്യസ് ആയിട്ടൊന്നും ജീവിക്കരുത്. ആ കിട്ടുന്ന മൊമെന്റ്സിനെ മാക്സിമം എൻജോയ് ചെയ്യാൻ പറയുന്നു. ഇനി പറഞ്ഞ പോലെ അവസാനിച്ചു പോകാനായിട്ട് അനുവദിക്കുക. അതുപോലെ ചില ബന്ധങ്ങൾ, ചില സാഹചര്യങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മാറുന്നുണ്ട്. വളരെ കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്താ പറയുക, ആ ഒരു ഹാപ്പിലി എവർ ആഫ്റ്റർ എനർജി നിങ്ങൾ അതിൽ നിന്ന് ഒരു എക്സ്ട്രീം ഇമോഷണൽ ഫുൾഫിൽമെന്റ് നിങ്ങൾ അതിൽ നിന്ന് അനുഭവിക്കാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന മാറ്റങ്ങളെയൊക്കെ 2 കൈനീട്ടി സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിൽ ചില അവസാനങ്ങളുണ്ട്, നിങ്ങൾക്ക് നല്ലതല്ലാത്തതാണ് അവസാനിച്ചു പോകുന്നത്. ചില പുതിയ തുടക്കങ്ങളുണ്ട്, അല്ലെങ്കിൽ ഉള്ള ചില കാര്യങ്ങൾ കുറച്ചും കൂടെ സുന്ദരമാകുന്നുണ്ട്. അതൊക്കെ അതേപോലെ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക, 2 കൈനീട്ടി ആക്സെപ്റ്റ് ചെയ്യുക, യൂണിവേഴ്സിനോട് നന്ദി പറയുക, ആ ഒരു പ്രസന്റ് മൊമെന്റിലായിരിക്കുക. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഇനി നമുക്ക് ക്യാപ്സ്യൂൾ ക്ലോസ് എടുക്കാം. എന്തൊക്കെയാണ് ഗ്രൂപ്പ് 2-ന് നൽകാനുള്ള ക്യാപ്സ്യൂൾ ക്ലോസ്?
ഓക്കെ, അപ്പം ഞാൻ ഈ ക്യാപ്സ്യൂൾ ക്ലൂസ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, നമുക്ക് 2 ദിവസങ്ങൾ കിട്ടിയിട്ടുണ്ട്. ചൊവ്വാഴ്ച കിട്ടിയിട്ടുണ്ട്, ബുധനാഴ്ച കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങൾ ഇതിലേതെങ്കിലും നിങ്ങൾ ജനിച്ച ദിവസമായിരിക്കാം കേട്ടോ. അങ്ങനെ കാണുന്നു. നിങ്ങൾക്ക് ജെമിനി പ്ലേസ്മെന്റ് നിങ്ങളുടെ സൺ മൂൺ റൈസിംഗിൽ ഉണ്ടാവാം. സ്പ്രിംഗ് സീസൺ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് മാർച്ച് തൊട്ട് മെയ്. ഇപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് കേരളത്തിലാണെങ്കിൽ വേനൽക്കാലവും വസന്തകാലവും ഒക്കെ ഒരുമിച്ചാണ്. അപ്പോൾ മാർച്ച് തൊട്ട് മെയ് വരെയുള്ള മാസം. അപ്പം മാർച്ച് 2026 തൊട്ട് മെയ് 2026 വരെയുള്ള സമയം. ഇതിലേതെങ്കിലും ഒരു മാസം നിങ്ങൾ ജനിച്ച മാസമായിരിക്കാം. ഈ ഒരു ടൈം ഫ്രെയിം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെ പ്രധാനപ്പെട്ട തീയതികൾ 3, 4, 6, 16, 19, 26, 28. പിന്നെ നമുക്ക് കുറച്ച് ആൽഫബറ്റ്സ് കിട്ടിയിട്ടുണ്ട്. I, R, V, X. ഇതിലേതെങ്കിലും നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഇനീഷ്യൽസോ അല്ലെങ്കിൽ ഈ ലെറ്റേഴ്സ് നിങ്ങളുടെ ഫസ്റ്റ് നെയിമിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ, ഓക്കെ, അതെവിടെയാണെങ്കിൽ ഈ ലെറ്റേഴ്സ് ഉണ്ടാവാൻ, പ്രത്യേകിച്ച് നിങ്ങളുടെ ഫസ്റ്റ് നെയിമിൽ ലെറ്റേഴ്സ് ഉണ്ടാവാനായിട്ട് സാധ്യത കാണുന്നു. ഇനി നമ്മളൊരു ടൈം ഫ്രെയിം എടുക്കുന്നുണ്ട്. അതായത് ഈ ഒരു നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകാൻ ഇരിക്കുന്ന സമ്മാനങ്ങളുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്പെസിഫിക് ടൈം. ഓക്കെ, അതേതാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ബൈ ദ നെക്സ്റ്റ് സൺസെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബൈ ദ നെക്സ്റ്റ് സൺസെറ്റ് എന്ന് പറയുമ്പം അതായത് അടുത്ത സൂര്യാസ്തമയത്തിനുള്ളിൽ എന്ന് പറയുമ്പോൾ ഒരു 24 hours അല്ലെങ്കിൽ അത്രയും അടുത്ത് എന്നുള്ളൊരു എനർജിയാണ് നമുക്ക് കാണുന്നത്. യെസ്, വാവ്, നോക്ക്, വിതിൻ 24 hours വളരെ മാച്ച് ആയിട്ടാണ്. അപ്പം ഗ്രൂപ്പ് 2-നോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ തുടങ്ങി, നിങ്ങൾ ഈ റീഡിങ് കാണുമ്പോൾ തുടങ്ങി നിങ്ങൾക്ക് ലൈഫിൽ ഷിഫ്റ്റ് നിങ്ങൾ കാണാനായിട്ട്. ആ ദിവസം നിങ്ങൾ എന്നാണോ കാണുന്നത് അന്ന് അവസാനിക്കുന്ന സമയം തൊട്ട് ആ സൺസെറ്റിന് ശേഷം നിങ്ങൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ ലൈഫിൽ കാണാൻ തുടങ്ങും. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് നിങ്ങൾ കൂടുതൽ അവെയർ ആവും. ഓക്കെ, അപ്പോൾ ഒരു എന്താ പറയുക, സ്പെസിഫിക് വെയിറ്റ് ചെയ്യണ്ട, ഇന്നൊരു സമയം എന്നില്ല, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പെട്ടെന്ന് തന്നെയാണ് ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ലൈഫിൽ. നമ്മൾ എന്താ പറയുക, യെസ്, നമുക്ക് 8 of Wands കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. പെട്ടെന്നാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ അതേ തന്നെയാണ് നമുക്ക് ടൈം ഫ്രെയിമും കിട്ടിയിട്ടുള്ളത്. എക്സ്പെക്ട് എ ക്വിക്ക് ടേൺ ഓഫ് ഇവന്റ്സ് എന്ന് നമുക്ക് ഇതിന്റെ ഗൈഡ് ലൈൻ ഉണ്ട്. ഈ കാർഡിൽ പറയുന്നത് ദ റിസൾട്ട് വിൽ കം അറ്റ് ദ ക്ലോസ് ഓഫ് ടുഡേസ് ഇവന്റ്സ്. അപ്പോൾ അതായത് വേഗം വേഗം തന്നെ നിങ്ങൾക്ക് ഈ ഒരു യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന സമ്മാനങ്ങൾ നിങ്ങളുടെ 3D റിയാലിറ്റിയിൽ സംഭവിക്കുന്നതായിട്ട് ഒന്നിന് പിറകെ ഒന്നായി സംഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഗൈഡൻസസ്, ഓക്കെ, നിർദ്ദേശങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച, അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ചൊവ്വാഴ്ചയാണ്. അപ്പോൾ നമുക്ക് ചൊവ്വാഴ്ച കിട്ടിയിട്ടുണ്ട്, ബുധനാഴ്ച കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചൊവ്വ ബുധൻ 24 hours എന്ന് പറയുമ്പോൾ ചൊവ്വ ബുധനാണ് വരുന്നത്. അപ്പോൾ ആ 2 ദിവസങ്ങളും വളരെ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നോട്ട് ചെയ്യൂ എന്തൊക്കെയാണ് ലൈഫിൽ നടക്കുന്നത്, ഈ പഠനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് എത്ര ചെറുതാണെങ്കിൽ പോലും നോട്ട് ചെയ്യാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ടാരോട്ട് ജേർണൽ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. ഈ റീഡിങ്സ് കാണുമ്പോൾ ഈ പറയുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എഴുതി വെക്കുന്നതിനും. അപ്പോൾ നമ്മുടെ ലൈഫിൽ എങ്ങനെയാണ് അതിൽ പറയുന്ന കാര്യങ്ങൾ അൺഫോൾഡ് ചെയ്യുന്നത്, ചിലപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന പോലെ ആയിരിക്കും അത് അൺഫോൾഡ് ചെയ്യാം. ഓക്കെ, വളരെ സട്ടിൽ ആയിട്ടായിരിക്കും, വളരെ എന്താ പറയുക, ഒരു ഇങ്ങനെ വലിയ ഒരു സിനിമാറ്റിക് എൻട്രി പോലെ ഒന്നും ആയിരിക്കില്ല ഈ മാറ്റങ്ങൾ സംഭവിക്കുക. ചെറിയ ചെറിയ രീതിയിലായിരിക്കും. അത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ അതിനെ ട്രാക്ക് ചെയ്യണം. ഒന്നില്ലെങ്കിൽ നമ്മൾ മെന്റലി ട്രാക്ക് ചെയ്യണം, നമ്മൾ അത്രയും മൈൻഡ്ഫുൾ ആയിരിക്കണം. അത് പറ്റാത്ത ഒരാളാണ്, പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും അത് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾ പിന്നെ നോക്കുമ്പോൾ ഒരു ആഴ്ചയൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഓരോ ദിവസം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലൈഫിൽ കാര്യങ്ങൾ എങ്ങനെ അൺഫോൾഡ് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ അതനുസരിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്തു തുടങ്ങുമ്പോൾ എന്തെങ്കിലും ഷിഫ്റ്റ് നിങ്ങൾക്ക് അതിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മൾ ട്രാക്ക് ചെയ്യുക കാര്യങ്ങൾ എത്രത്തോളം നമുക്ക് റെസിനേറ്റ് ചെയ്തു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്.
മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം നന്മകളും നേരുന്നു. നിങ്ങൾക്ക് വളരെ സന്തോഷം നിറഞ്ഞ ക്രിസ്തുമസും ആശംസിക്കുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. അപ്പം നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഈ വർഷം നിങ്ങൾക്ക് നൽകുന്ന ക്രിസ്മസ് സമ്മാനങ്ങൾ എന്തൊക്കെയെന്നാണ് നോക്കുന്നത്. ഗ്രൂപ്പ് 3ക്ക് യൂണിവേഴ്സ് ഈ വർഷം 2025 നൽകുന്ന ക്രിസ്മസ് സമ്മാനങ്ങൾ എന്തൊക്കെയാണ്? വാവ്, 10 ഓഫ് വീൽസ്. ഒന്നില്ലെങ്കിൽ എന്താ പറയേണ്ടത്, ജനറേഷണൽ വെൽത്ത്, അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ സെക്യൂർ കമ്മിറ്റ്മെന്റ്. ഇതിലേതെങ്കിലും ഒന്നാണ് നിങ്ങൾക്ക് വരുന്നത്. Justice, clarify the justice, the world, clarify the world, okay. Lovers for a day. Clarify the lovers. Queen of Swords. Clarify. 8 of Wands. Clarify the lovers. Knight of Cups. ഇതിലപ്പുറം എങ്ങനെ യൂണിവേഴ്സ് ക്ലിയർ ആയിട്ട് ഇതൊരു റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിലാണ് എന്നുള്ളത് പറയും എന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ ഇത് അഗെയിൻ സ്പെസിഫിക് ആണ്. ഒരു റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിലാണ് ഈ കാര്യം വരുന്നത്. ഓക്കെ, ഹൈ ലെവൽ കമ്മിറ്റ്മെന്റ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങൾ ഈ ജന്മം വിവാഹം ചെയ്യാനിരിക്കുന്ന ആള്, ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന ക്രിസ്മസ് സമ്മാനം. ഓക്കെ, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ആ റിലേഷൻഷിപ്പ്, ആ ഒരു പാർട്ട്ണർ, അവരാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അവരാണ് ആ ഒരു സ്റ്റേബിൾ സെക്യൂർ ലൈഫ് നിങ്ങൾക്ക് തരുന്നത്, വളരെ പ്രോസ്പറസ് ആയിട്ടുള്ള ഒരു ലൈഫ്. ഓക്കെ, അവർക്ക് ചിലപ്പോൾ ഒരു പെറ്റൊക്കെ ഉണ്ടാവാട്ടോ, അതിനൊരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾക്കും ചിലപ്പോൾ ഓൾറെഡി പെറ്റ്സിന് ഇഷ്ടമുള്ള ആളായിരിക്കും. നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പോലും ഇവരുടെ ലൈഫിൽ ഓൾറെഡി ഉണ്ടെന്ന് കാണുന്നു. അങ്ങനെ വളരെ ഒരു സന്തോഷം നിറഞ്ഞൊരു ലൈഫാണ് ഞാൻ കാണുന്നത്. വളരെ സ്റ്റേബിളും സെക്യൂർ ആയിട്ടുള്ള ഒരു ലൈഫ്. അത് ഫൈനാൻഷ്യലിയും അത് കാണുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഇമോഷണലി മാത്രമല്ല ഫൈനാൻഷ്യലിയും കാണുന്നു. വേൾഡ് കാർഡ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ വേൾഡ് കാർഡ് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലുള്ള ഡിഫറൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ചിലപ്പോൾ നിങ്ങളുടെ ഇടയിലെ ഒരു ക്യാരക്ടർ വൈസ് ബിലീഫ്സ്, ഓക്കെ, കാഴ്ചപ്പാടുകളൊക്കെ വളരെ ഡിഫറൻസ് ഉള്ള ആളുകളായിരിക്കാം. അല്ലെങ്കിൽ ഫിസിക്കൽ ലൊക്കേഷൻ കൾച്ചർ വൈസ് വളരെ ഡിഫറൻസ് ഉള്ള ആളുകളായിരിക്കാം. കസ്റ്റംസ് ട്രഡീഷൻസ് ഒക്കെ ആയിട്ട് ആ കാര്യങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള രണ്ടാളുകളായിരിക്കാം. അങ്ങനെയുള്ള രണ്ടുപേരെ യൂണിയനാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഒരു പുതിയ അധ്യായം, അതായത് ഒരു പുതിയ ഘട്ടം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിൽ ഒരു പുതിയ ഘട്ടം. ഓക്കെ, ഇവിടെ എല്ലാം പുതിയതാണ്, വരുന്ന ആളും പുതിയതാണ്, എക്സ്പീരിയൻസ് പുതിയതാണ്, എല്ലാം ഇതിലെല്ലാം ഒരു ഫ്രഷ് ന്യൂ എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് ആഘോഷങ്ങളും നിറഞ്ഞ ഒരു ലൈഫ്, അതിലേക്ക് നിങ്ങൾ കടക്കുന്നതായിട്ട് കാണുന്നു. ഇത് വേറെ ആരുമല്ല, നമുക്ക് ലവേഴ്സ് കാർഡ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണർ തന്നെയാണ്, നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് തന്നെയാണ്. അപ്പൊ ഈ ഒരു ഡെക്കിൽ ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയണ്ടേ, രണ്ട് പെയറിനെയാണ് കാണുന്നത്. എനിക്ക് കിട്ടുന്നത് ഒരു മിക്സ് ഓഫ് ഹെൽത്തി കോമ്പിനേഷൻ ഓഫ് ബോത്ത്. ഓക്കെ, അതായത് പാഷൻ, ഡിസയർ അല്ലെങ്കിൽ ഇന്റിമസി, അത് മാത്രമല്ല അപ്പുറത്ത് ഒരു സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി, കമ്മിറ്റ്മെന്റ് എല്ലാം. അപ്പൊ ആ ഒരു ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ആണ് രണ്ടിനെയും കാണുന്നത്. ഓക്കെ, വളരെ ഈ ഒരു വ്യക്തി എന്താ പറയണ്ടേ, വളരെയധികം ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കാം എന്ന് കാണുന്നു. ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് നിങ്ങളുടെ ഇടയിൽ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ഓൺലൈൻ അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ഒരുപാട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതായിട്ടും പരസ്പരം മനസ്സിലാക്കിയെടുക്കുന്നതായിട്ടും കാണുന്നു. യാത്രയുടെ ഒരു എനർജി വീണ്ടും നമുക്ക് 8 ഓഫ് വാൻസിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ. ഓക്കെ, ഇത് ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്നുള്ള സ്റ്റാർട്ടൊന്നുമല്ല. ഇത് സ്റ്റാർട്ടിങ്ങിലെ തന്നെ അവിടെ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു റൊമാൻറ്റിക് എനർജി സ്റ്റാർട്ടിങ്ങിലേ ഉണ്ട്. അങ്ങനത്തെ ഒരു കണക്ഷൻ ആണ് എന്ന് കാണുന്നു. ഇത് വളരെ ക്ലിയർ ആയിരിക്കും. അതായത് ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല. അവരെങ്ങനെയാണ് കാണുന്നത്, അവരൊക്കെ എന്നോട് ശരിക്കും ഒരു ഇഷ്ടമുണ്ടോ, അല്ലെങ്കിൽ ഇത് സീരിയസ് ആണോ, അങ്ങനെ ഒരു സംശയങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം ഈ വ്യക്തിയെല്ലാം വളരെ ക്ലിയർ ആയിട്ടാണ് നിങ്ങളെ
അറിയിച്ചു തരിക. അവരുടെ കമ്മ്യൂണിക്കേഷൻസ്, അവരുടെ ആക്ഷൻസ് ആയിക്കോട്ടെ, വെർബൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം വളരെ ക്ലിയർ ആയി. ഓക്കെ, അവർക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് ഓപ്പൺ ട്രാൻസ്പെറൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ അവരുടെ പ്രവർത്തികളിലും അതുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളോട് പറയുന്നത് ഹെൽത്തി ബൗണ്ടറീസ് ഉണ്ടാകുന്നത് നല്ലതാണ്, പക്ഷെ ഗാർഡഡ് ആയിട്ടിരിക്കരുത്. ഓക്കെ, ഡെക്ക് കട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 4 of Wands. അഗെയിൻ ഡിവൈൻ യൂണിയൻ. ഓക്കെ, അപ്പൊ അത് ഒരു സമ്മാനമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. Clarify the Ten of Swords, 5 of Cups, clarify the 5 of Cups, Hierophant, clarify the Hierophant, Knight of Wheels. Clarify the Star. Wow, Empress. എനിക്ക് ഈ ഡെക്കിൽ ഏറ്റവും ഇഷ്ടമുള്ള കാർഡ് എംപ്രസ് ആണ്. ഭയങ്കര ആ ഒരു അബണ്ടന്റ് എനർജി നമുക്ക് ആ എംപ്രസിനെ കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. അപ്പൊ ഇവിടെ നിങ്ങളുടെ രണ്ടാമത്തെ സമ്മാനമാണ് ഈ പറയുന്ന രണ്ടാമത്തെ സെക്ഷൻ. ഇതിനെന്താ പറയണമെന്ന് വെച്ചാൽ ഹീലിംഗ്. ഓക്കെ, ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു ഹീലിംഗ് അല്ല, നിങ്ങൾ ആ ഡിവൈൻ ഫെമിനിൻ എനർജിയിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു ഹീലിംഗ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ മൂവ് ഓൺ ചെയ്യേണ്ട പാസ്റ്റ് ഉണ്ട് എന്ന് കാണുന്നു. നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ള അനുഭവങ്ങളുണ്ട്. നിങ്ങൾ അതിൽ നിന്ന് റിക്കവർ ചെയ്തിട്ടില്ല കംപ്ലീറ്റ്ലി. മേ ബി നിങ്ങൾ അതിനു വേണ്ടി ഹീലിംഗ് ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ റിക്കവർ ആയിട്ടില്ല. ഇപ്പോഴും അത് നിങ്ങൾ ആലോചിക്കുമ്പോൾ, നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഒരു വിഷമം, ഒരു സങ്കടം ഉണ്ട്. എന്തിനാണ് അത് സംഭവിച്ചത്, എന്തിനാണ് അത് അനുവദിച്ചത് എന്നിങ്ങനെ 100 കൂട്ടം ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ശരിക്കും നിങ്ങളെ ബിട്രേ ചെയ്തൊരു എനർജിയാണ് നിങ്ങൾക്ക് അവിടെ. ഓക്കെ, നിങ്ങളെ ചതിച്ചു എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആണ്. ആ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യാന്ന് പറയില്ലേ, അത്രയും വിശ്വസിച്ചിട്ട് അത് അവസാന നിമിഷം അത് ഉടച്ചു കളഞ്ഞ, അല്ലെങ്കിൽ അത് എന്താ പറയാ, ആ ഒരു വിശ്വാസ വഞ്ചന അനുഭവിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് കാണാൻ സാധിക്കുന്നത്. അവിടെ ഒരു ഡിവൈൻ ഇന്റർവെൻഷൻ. ഓക്കെ, അതായത് അവിടെ നിങ്ങൾ കൂടുതൽ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ നിങ്ങൾ അതിന്റെ റീസൺ മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നു. എന്തുകൊണ്ട് സംഭവിച്ചു, എന്താണ് ഇതിന്റെ റീസൺ, എന്താണ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയത്. പിന്നെ നിങ്ങൾക്ക് വേണ്ട ക്ലാരിറ്റി, ആ ഒരു സിറ്റുവേഷനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് ക്ലാരിറ്റിയാണ് വേണ്ടത്, ആ ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് ഓവർകം ചെയ്ത്, വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു പാസ്റ്റ് ആണ്, പെട്ടെന്നൊന്നും മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്ത ഒരു പാസ്റ്റ്. ഓക്കെ, നിങ്ങൾ എത്ര മൂവ് ഓൺ ചെയ്തു വിചാരിച്ചാലും വീണ്ടും അതിലേക്ക് തന്നെ പോകുന്ന ഒരു അങ്ങനത്തെ ഒരു പാസ്റ്റ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ ക്ഷമയോടെ അത് ഒന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടത്. അതാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള നൈറ്റ് ഓഫ് വീൽസ്. ഒക്കെ നിങ്ങൾ വളരെ ക്ഷമയോടെ, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങൾ ആക്ഷൻസ് എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളിൽ ചിലർ ഓൾറെഡി ഹീലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, പക്ഷെ ഹീലായിട്ടില്ല. കാരണം ഇത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള, വളരെയധികം ഒരു എന്താ പറയാ, ടഫ് ആയിട്ടുള്ള ഒരു എനർജിയാണ്, ഫാസ്റ്റ് എനർജിയാണ്. മൂവ് ഓൺ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണെന്ന് കാണുന്നു. പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഹീലാകുന്നു. കംപ്ലീറ്റ്ലി ആ എനർജി നിങ്ങളിൽ നിന്ന് വിട്ടുപോവുക തന്നെയാണ്. ഓക്കെ, തിരിച്ചു വരാത്ത വിധം അത് വിട്ടുപോകുന്നു എന്നാണ് ഞാൻ കേൾക്കുന്നത്. അത് വിട്ടുപോവുകയാണ്, നിങ്ങൾ ആ ഹീലിംഗ് അനുഭവിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു മനസ്സമാധാനം ഉണ്ടാവുന്നു, ആ ഒരു സ്വസ്ഥത കൈവരുന്നു, ആ ഒരു ബാലൻസ്ഡ് ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നു എന്ന് മാത്രമല്ല, നിങ്ങളുടെ അപ്പോൾ ഒരു അനാവശ്യമായിട്ടുള്ള ആശങ്കകളും കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് അകന്നു പോകും. അങ്ങനത്തെ ചിന്തകളൊക്കെ നിങ്ങൾ നാച്ചുറലി അതില്ലാതാവാണ്. മാത്രമല്ല, നിങ്ങൾ ആ ഒരു ഡിവൈൻ ഫെമിനിൻ എനർജിയിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യാണ്. അതിലേക്ക് അപ്പോൾ നിങ്ങൾ എവിടെയാണോ ആയിരിക്കുന്നത് അവിടെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു. ആ ലൈഫ് കൂടുതൽ എൻജോയ് ചെയ്യാനായിട്ട് നിങ്ങൾ തുടങ്ങുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നു. ഒരുപാട് അബണ്ടൻസ് നിങ്ങളെ തേടി വരുന്നു. അത് ഫൈനാൻഷ്യലി ആവാം, ഇമോഷണലി ആവാം. അബണ്ടൻസ് നിങ്ങളെ തേടി വരുന്നു. ഇങ്ങനെ വളരെയധികം ഒരു സൗഭാഗ്യം വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിന് നിങ്ങളുടെ എനർജിയിൽ തന്നെ നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ്, നിങ്ങളുടെ ഒരു എക്സ്റ്റേണൽ അപ്പിയറൻസിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഷിഫ്റ്റ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ സ്റ്റാർ കാർഡിലൂടെ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വളരെയധികം ഒരു സ്വസ്ഥത. ഓക്കെ, സ്വസ്ഥത നിങ്ങൾ അനുഭവിക്കുക. ഹീലിംഗിന്റെ ഭാഗമായിട്ട്, ആ ഹീലിംഗ് കിട്ടുമ്പോഴുണ്ടാകുന്ന ഒരു മെന്റൽ പീസ് അത് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, അത് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കത് എക്സ്പ്രസ് ചെയ്യാം, വേർഡിൽ എക്സ്പ്രസ് ചെയ്യാൻ എളുപ്പമായിരിക്കില്ല,
നിങ്ങൾക്കറിയാം നിങ്ങളെ ഹീലായി എന്നുള്ളതിന്റെ ക്ലിയർ ഒരു കൺഫർമേഷൻ ആണ് ആ നിങ്ങൾ അനുഭവിക്കുന്ന മെന്റൽ പീസ്. പിന്നെ ലൈഫിൽ പിന്നെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി. ഓക്കെ, നിങ്ങൾ ഭാവിയെ കുറിച്ചാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു പ്രതീക്ഷയും ഒരു എന്താ പറയണ്ടേ, ഭാവിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടാണ് നിങ്ങൾ ആയിരിക്കുന്നതായിട്ട് കാണുന്നത്. അനാവശ്യ ചിന്തകളൊക്കെ നിങ്ങൾ വിട്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒരു സമാധാനത്തോടെ ഇരിക്കാൻ പറയുന്നു. മനസ്സിന് സ്വസ്ഥത നൽകിക്കൊണ്ട് ഇരിക്കാനാണ് നിങ്ങൾ പ്രത്യേകം പറയുന്നത്. റിലാക്സ്ഡ് ആവുക. അപ്പോൾ നിങ്ങൾ റിലാക്സ്ഡ് ആകാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക, അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. നിങ്ങളെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ വിതച്ചിട്ടുള്ള വിത്തുകൾക്കൊക്കെ അതിന് ഫലം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ക്ഷമയോടെ ആയിരിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ ആഗ്രഹിച്ച് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടോ അതിന്റെ റിസൾട്ട് ഒക്കെ നിങ്ങൾ എന്തായാലും അനുഭവിച്ചിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളോട് പറയുന്നത് അവിടെ ക്ഷമ കാണിക്കുക. ഞാൻ കേട്ട ഒരു ഇത് പറയാ, നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ പറയില്ലേ, വേവോളം കാത്തില്ലേ അപ്പോ ആവോളം കാക്കാം എന്നോ അങ്ങനെ പറയില്ലേ, അതാണ് ഞാൻ കേട്ടത്. വേവോളം കാത്തില്ലേ അപ്പോ ഇനി ആവോളം കാക്കാം എന്ന്. അങ്ങനെ, അതായത് ഇത്രയും വരെ നിങ്ങൾ പേഷ്യൻ്റ് ആയിരുന്നല്ലോ, അപ്പൊ ഇനി അത് കംപ്ലീറ്റ്ലി റെഡിയായി നിങ്ങളിലേക്ക് എത്തുന്നത് വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ശരിക്കും ഞാൻ കേട്ടതാണ് ഞാൻ രണ്ടാമത് പറഞ്ഞത്. വേവോളം കാത്തില്ലേ അപ്പൊ ഇനി ആവോളം കാക്കാം, അല്ലെങ്കിൽ ആറോളം കാക്കാം എന്നൊക്കെ പറയും, കാക്കാം. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ പേഷ്യൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ലാസ്റ്റ് മിനിറ്റിൽ വെറുതെ ഒരു റഷിങ് എനർജി വേണ്ട, ഡെസ്പറേഷൻ വേണ്ട എന്നാണ് സാരം. ഈ എനർജി ഒട്ടും വേണ്ട. ഓക്കെ, നെഗറ്റീവ് തോട്ട്സ്, അതാണ് പറഞ്ഞത്, മനസ്സിന് സ്വസ്ഥത തരുന്ന രീതിയിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. നെഗറ്റീവ് തോട്ട്സിലേക്ക് പോയി കഴിഞ്ഞാൽ പഴയ പാറ്റേൺസ് ഒക്കെ റിപ്പീറ്റ് ചെയ്യാനായിട്ടൊരു സാധ്യത ഉണ്ട്. അപ്പം അതിലേക്ക് പോവാതിരിക്കുക. അതിനുവേണ്ടി നിങ്ങളോട് പറയുന്നത് മാക്സിമം പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുക. മാക്സിമം പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് നിങ്ങൾക്ക് സമാധാനം തരുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങളോട് മുന്നോട്ട് പോകാൻ പറയുന്നു. അപ്പം അനാവശ്യമായിട്ടുള്ള ചിന്തകൾ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അനാവശ്യമായിട്ടുള്ള ചിന്തകളെ നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾക്ക് ഡിറ്റാച്ച്ഡ് ആയി നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പൊതുവെ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ കടക്കുന്നത്. ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എനർജിയിലേക്കാണ് നിങ്ങൾ കടക്കുന്നത്. നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ തരാത്ത, നിങ്ങൾക്ക് സംതൃപ്തി തരാത്ത, വേദന തന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം, ഇതൊക്കെ എനർജീസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, അതിൽ നിന്നെല്ലാം നിങ്ങൾ മുന്നോട്ട് പോകുന്നു. അതിലൊന്നും ഇനി നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ഈ ഒരു അമാവാസി ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളത്, അതും ഇതിന്റെ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടൊരു ഷിഫ്റ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് ഓൾറെഡി കൊണ്ടുവന്നിട്ടുള്ളതായിട്ട് കാണുന്നു. ചിലപ്പോൾ ആ അമാവാസ്യക്ക് ശേഷം തന്നെ നിങ്ങൾക്ക് കുറേ ലൈറ്റ് വെയിറ്റ് എനർജി ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ആ ഒരു സിറ്റുവേഷൻ അവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, പിന്നെ ഒരു സോളാർ എക്ലിപ്സ് അല്ലെങ്കിൽ ലൂണാർ എക്ലിപ്സിന്റെ ഒരു എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ മാക്സിമം പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുക, അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കുക. പിന്നെ ഈ പറയുന്ന പോലെ സമാധാനം തരുന്ന, റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുക. പിന്നെ ഡിവൈൻ ടൈമിങ്ങിൽ വിശ്വസിക്കുക. എന്ത് നടക്കുന്നതിന് പെർഫെക്റ്റ് ടൈം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇത്ര നാൾ നിങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നതാണ്, ഇനി ഇത് നടക്കുന്നതിനും അധികം നാളൊന്നും കാത്തിരിക്കേണ്ട. ആ ഒരു ക്ഷമ, ആ യൂണിവേഴ്സിലുള്ള വിശ്വാസം, അത് അങ്ങനെ തന്നെ നിലനിർത്താനായിട്ട് ശ്രമിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള അഡ്വൈസസ് ആണ്, അത് കൺസിസ്റ്റന്റ് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് ഗ്രൂപ്പ് 3ക്കുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ്? ഓക്കെ, ഞാൻ ക്ലൂസ് എല്ലാം അറേഞ്ച് ചെയ്ത് തിരികെ വരാം. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ജാനുവരി, മെയ്, നവംബർ. അപ്പോൾ ജാനുവരി മാസം, അതിൻ്റെ സ്പെസിഫിക്കലി മെയ് മാസത്തിന് പ്രാധാന്യമുണ്ട്, പിന്നെ നവംബർ. അപ്പോൾ ഈ മാസങ്ങൾ അല്ലെങ്കിൽ ഈ ടൈം ഫ്രെയിം 2026 നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നു. ഇതിലേതെങ്കിലും നിങ്ങൾ ജനിച്ച മാസമായിരിക്കാം കേട്ടോ. പ്രധാനപ്പെട്ട തീയതികൾ എന്ന് പറഞ്ഞാൽ 1, 3, 8, 19, 22, 28. ഓക്കെ, ഇതാണ് പ്രധാന തീയതികൾ. ഇതിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവാം.
പക്ഷേ ഈ തീയതികൾ പ്രത്യേകിച്ച് ഈ മാസങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ അതൊക്കെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നതും ആ സമയങ്ങളിൽ എന്തൊക്കെ നടക്കുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാകുന്നതും നല്ലതാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ജേണൽ, ടാരറ്റ് ജേണൽ ഉണ്ടാകുന്നത് വളരെ വളരെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഓരോ ദിവസം നമുക്ക് കിട്ടുന്ന സൈൻസ്, സിൻക്രോണിസിറ്റീസ്, നമ്മളിലേക്ക് വരുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള തോട്ട്സ്, അതായത് ഡൗൺലോഡ്സ് അല്ലെങ്കിൽ ഇൻറ്റ്യൂട്ടീവ് മെസ്സേജസ്, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നതിനും പിന്നെ ലൈഫിൽ നടക്കുന്ന ഈ പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും സ്പിരിച്വൽ പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾക്ക് അനുഭവപ്പെടുന്ന ചില പുതിയ കാര്യങ്ങൾ, പുതിയ ഷിഫ്റ്റ്, ഇതൊക്കെ ഇങ്ങനെ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ലൈഫിൽ ഇതുപോലെ കേൾക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം അൺഫോൾഡ് ആകുന്നുണ്ട്, ഓക്കെ, എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. ചിലപ്പം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അങ്ങനെ വളരെ വലിയ രീതിയിലായിരിക്കില്ല ആ മാറ്റം വരിക. വളരെ പ്രകടമായ രീതിയിലായിരിക്കില്ല, വളരെ ചെറിയ രീതിയിലായിരിക്കും. പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കാത്ത രീതിയിലായിരിക്കും ആ മാറ്റങ്ങൾ സംഭവിക്കുക. അപ്പോൾ അതറിയണമെങ്കിൽ നമ്മൾ അത്രയും ഒബ്സർവിങ് ആവണം. ഇതുപോലെ ട്രാക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു ജേർണലും ഉണ്ടെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഈ ലെറ്റർ എസ് അല്ലെങ്കിൽ ലെറ്റർ സി അല്ലെങ്കിൽ സെഡ്, ഇത് ഏതെങ്കിലും നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ ആയിരിക്കാം. അല്ലെങ്കിൽ ഈ ലെറ്റേഴ്സ് നിങ്ങളുടെ ഫസ്റ്റ് നെയിമിൽ ഉണ്ടാകാം, ഓക്കെ, അല്ലെങ്കിൽ ലാസ്റ്റ് നെയിമിൽ ഉണ്ടാകാം. ഇനി നമ്മളൊരു ടൈം ഫ്രെയിം എടുക്കുന്നുണ്ട്. നമ്മുടെ ക്രോണിക്കിൾസ് ഓഫ് വുമൺ ടൈം ഫ്രെയിം ഒറക്കിൾ ഡെക്കിൽ നിന്ന് നമ്മളൊരു ടൈം ഫ്രെയിം, ഈ ഒരു ക്രിസ്മസ് സമ്മാനങ്ങളുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്പെസിഫിക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ടൈം ഫ്രെയിം അതെന്താണെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീനസ് റെട്രോഗ്രേഡ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് വീനസ് റെട്രോഗ്രേഡ് എന്ന് പറയുമ്പോൾ ഒക്ടോബർ 3, 2026 തൊട്ട് നവംബർ 14, 2026 വരെയാണ് സമയം. അപ്പൊ ആ ഒരു ടൈം നോട്ട് ചെയ്യാം. ആ ഒരു ടൈമിൽ നടക്കുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഈ ക്രിസ്മസ് സമ്മാനങ്ങളാണെങ്കിൽ അത്രയും പ്രകടമാകുന്നത് നിങ്ങൾക്ക് ആ ഒരു സമയത്തായിരിക്കും. ഓക്കെ, ആ ഒരു വളരെ വിസിബിൾ ആയിട്ട് നിങ്ങളുടെ 3D റിയാലിറ്റിയിൽ ഈ ക്രിസ്മസ് സമ്മാനങ്ങൾ, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ക്രിസ്മസ് ബ്ലെസ്സിങ്സ്, അതാണ് നിങ്ങളുടെ ക്രിസ്മസ് സമ്മാനങ്ങൾ. ഓക്കെ, അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നതും അത് നിങ്ങൾ കാണുന്നതും നിങ്ങളുടെ ചുറ്റുമുള്ളവരും അത് ശ്രദ്ധിക്കുന്നതും ആ ഒരു ടൈം ഫ്രെയിമിലായിരിക്കും. അപ്പോൾ ആ ടൈം ഫ്രെയിം ഒന്ന് നോട്ട് ചെയ്തോളൂ. ഒന്നും കൂടെ ഞാൻ പറയാം. നെക്സ്റ്റ് വീനസ് റെട്രോഗ്രേഡ് എന്ന് പറയുന്നത് ഒക്ടോബർ 3, 2026 തൊട്ട് നവംബർ 14, 2026 വരെയുള്ള സമയം. നവംബർ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഒരു സിഗ്നിഫിക്കൻറ്റ് ടൈം ഫ്രെയിം. ഇതാണ് നിങ്ങൾക്കുള്ള ക്ലൂസ്, നിങ്ങളുടെ മെസ്സേജ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം നന്മകളും നേരെയാണ്. നിങ്ങൾക്ക് വളരെ സന്തോഷവും സമാധാനം നിറഞ്ഞ ക്രിസ്തുമസും ആശംസിക്കുന്നു. താങ്ക് യു.